ഗ്രാമപഞ്ചായത്തിന്റെയും പള്ളിപ്പുറം ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് 18-ാം വാർഡിലെ ശ്രീനാരായണ കുടുംബ യൂണിറ്റ് ഹാളിൽ വെച്ച് വയോജന മെഡിക്കൽ ക്യാമ്പ് നടന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, കുഴുപ്പള്ളി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണകുമാരി, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് PK ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. എടവണ്ണക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ ആന്റണി KD ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ ലിൻസി നന്ദിയും പറഞ്ഞു. പുണ്യവീഥികളാകണം, പുണ്യവീഥിയിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെൻ ധനം, ഈശ്വരനാണെൻ ധനം. മെഡിക്കൽ ക്യാമ്പിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണിച്ചേട്ടൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ചേച്ചി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക സതീഷ്, വയോജന ക്യാമ്പ് നടത്തുന്നതിനെത്തിയിട്ടുള്ള നമ്മുടെ 2 ഡോക്ടർമാർ, വയോജന അയൽക്കൂട്ട പ്രസിഡന്റ് സെക്രട്ടറിമാർ, ഇവിടെ എത്തിയിട്ടുള്ള മറ്റു പ്രിയപ്പെട്ടവരെ, ADS CDS അംഗങ്ങളെ, മറ്റു പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വരുന്ന 10-ാം തീയതി 15-ാം തീയതിക്കകമായിട്ട് നമുക്ക് വിവിധ ആയുഷിന്റെ കീഴിലുള്ള ഹോമിയോ, സിദ്ധ, ആയുർവേദ ഇങ്ങനെ 3 വിഭാഗത്തിലുള്ള മെഡിക്കൽ ക്യാമ്പ് വയോജനങ്ങൾക്കായിട്ട് സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്ത് നല്ലത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ഇന്നിങ്ങനെ ആദ്യമായിട്ട് നടക്കുന്നത് ഹോമിയോ മെഡിക്കൽ ക്യാമ്പാണ്. ഇതില് നമ്മൾക്ക് ക്യാമ്പില് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കൂടുതൽ പ്രാധാന്യം നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഇനിയും ആളുകൾ ഇവിടെ വരും എന്നുള്ള കാരണം നമ്മളുടെ ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് അവിടെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ തന്നെ 18-ാം വാർഡിൽ വെക്കാന്ന് പറഞ്ഞിട്ട് ആദ്യം മുന്നിട്ട് വരികയാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ വയോജനങ്ങളുടെ ഒരു നല്ലൊരു സഹകരണം, കാരണം എന്താ വെച്ചാൽ ബാലചാരനെ പോലുള്ള ആളുകളൊക്കെയാണ് ഇതിന്റെ നേതൃത്വം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് ഈ വാർഡിൽ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ 18-ാം വാർഡിൽ ഈ ക്യാമ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. വയോജനങ്ങളുടെ ഭിന്നശേഷിക്കാരുടെ കലോത്സവം നോക്കിന് നടക്കുകയാണ്. അപ്പൊ അവിടെ എനിക്ക് അത്യാവശ്യം എത്തേണ്ടതുണ്ട്. നമ്മുടെ ഉൾപ്പുള്ളിലാണ് വെച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ അധ്യക്ഷൻ പള്ളിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് AN ഉണ്ണികൃഷ്ണൻ, അതോടൊപ്പം തന്നെ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക, അതുപോലെ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ, നമ്മുടെ ഈ വയോജന ക്ലബിന്റെ പ്രസിഡന്റ് ടീച്ചറ്, നമ്മുടെ സെക്രട്ടറി ബാലചേട്ടൻ, നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർമാരും ഓരോ പഞ്ചായത്തിലെ ഡോക്ടർ സഹായിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള കുടുംബി പഞ്ചായത്തിലെ നമ്മുടെ ഹോമിയോ ഡോക്ടറും മറ്റ് പ്രിയപ്പെട്ട സുജേഷനടക്കമുള്ള ADS അംഗങ്ങളെ, CDS ബിന്ദു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കർമാരുണ്ട്, നമ്മുടെ വയോജനങ്ങളുണ്ട്, എല്ലാവരെയും നമ്മുടെ യോഗ പഠിപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പേര് ആന്റണി, എല്ലാവരെയും നമുക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എല്ലാം ആയുഷിന്റെ കീഴിലുള്ള എല്ലാ സിദ്ധ, ആയുർവേദ, ഹോമിയോ എല്ലാത്തിൻ്റെ മെഡിക്കൽ ക്യാമ്പും അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല നമ്മുടെ ബ്ലഡ്
ഷുഗർ എല്ലാം ചെക്ക് ചെയ്യുന്ന പരിപാടിയും യോഗ അതിന്റെ പ്രധാനത്തെക്കുറിച്ചും എല്ലാം ഇവിടെ നമുക്ക് 15-ാം തീയതിക്കുള്ളിലെല്ലാം നടത്തി തീർക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. അത് ഏറ്റെടുക്കുകയും ഈ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന നമ്മുടെ ഈ വാർഡിന്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ രാജീവ് സതീഷിനെ ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ക്യാമ്പ് വെക്കുന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ നമ്മളിവിടെ നമ്മുടെ ഭാരതത്തിന്റെ നേതൃത്വത്തിലുള്ള വയോജന കൂട്ടങ്ങളുണ്ട്. അവർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിച്ചത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, സർക്കാരിന്റെ ഒരു 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ അവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പൊ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ദിവസവും നമുക്ക് ആയുർവേദ മരുന്നുകളും സിദ്ധമരുന്നുകളും ഹോമിയോ മരുന്നുകളും വിപുലമായി തന്നെ നമ്മൾ ഏതൊരു പദ്ധതി മാറ്റി വെച്ചുകൊണ്ടും നമുക്ക് വയോജനങ്ങൾക്കുള്ള ഈ പദ്ധതി നമ്മൾ എല്ലാ വർഷവും എത്ര പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു മാറ്റം വരാതെ എല്ലാം ഇതിനു മുമ്പുള്ള ഭരണസമിതി ആയാലും ഇപ്പൊ ഈ ഒരു ഭരണസമിതി ആയാലും എല്ലാം വയോജനങ്ങളുടെ ഒരു കാര്യത്തിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ 100 ദിന പരിപാടി ആരംഭിക്കുമ്പോൾ സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പെൻഷനൊക്കെ കിട്ടിയല്ലേ, ഒരു മാസത്തെ പെൻഷൻ കിട്ടി, ഇനി ഓണത്തിന് വേറെ പെൻഷൻ വരും. അതുപോലെ തന്നെ വയോജനങ്ങൾ ഏറ്റവും നമ്മുടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ വയോജനങ്ങളുടെ കാര്യത്തിലാണ് നമ്മുടെ സർക്കാരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. വയോജനങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വയോജനങ്ങളാണ് നമ്മുടെ ഏതൊരു കാര്യത്തിന്റെയും മുന്നിലുള്ളത് അല്ലെ. എന്ന് വെച്ചാൽ നമ്മളുണ്ടായിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളൊരു കാര്യം സർക്കാരിന് നന്നായിട്ട് അറിയാം. അതുപോലെ പഞ്ചായത്തും അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ കൂടുതൽ ഓർമ്മിപ്പിക്കുന്നില്ല, എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേർന്നു. നമുക്കിവിടെ മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർമാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ മെഡിക്കൽ ക്യാമ്പ് വിജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്ന് നിങ്ങൾ ഓരോരുത്തരെയും പള്ളിപ്പുറം പഞ്ചായത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല, എല്ലാ മേഖലയിലുള്ളവരും ഇവിടെ ഉണ്ട്, ഹരിതകർമ്മസേനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും സഹായത്തോടുകൂടി നമുക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ വിജയിപ്പിക്കണം. ഞാനിപ്പോ പോവാനുള്ളൊരു അനുമതിയും കൂടി ചോദിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസയും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വൈസ് പ്രസിഡന്റ് ഈ ക്യാമ്പ് ഔപചാരിക ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരായിട്ടുള്ള പള്ളിപ്പുറം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് രമണി ചേച്ചി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു തങ്കച്ചൻ, പ്രിയപ്പെട്ട വയോജന ക്ലബിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടുന്നവരെ, പ്രിയപ്പെട്ട ഡോക്ടേഴ്സ്, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് നമ്മുടെ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ 18-ാം വാർഡിലാണ് നമ്മുടെ വയോജന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ആയുഷിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ 2400 മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വയോജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് ശാരീരികമായിട്ടും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ലക്ഷ്യമാക്കുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് നമുക്ക് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് അറിയാം, അടുത്ത മാസം 1-ാം തീയതി നമ്മുടെ വയോജന ദിനമാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന രീതിയിൽ വഴി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും. ഏതായാലും ആദ്യത്തെ സംരംഭം എനിക്ക് തോന്നുന്നു ആയുഷ് മെഗാ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സംരംഭം തന്നെയാണ് തോന്നുന്നത് സർക്കാരിന്റെ. നമ്മൾ നിരവധി ക്യാമ്പുകൾ നടത്തിയിട്ടും ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്യാമ്പാണ് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി നമുക്ക് ഇവിടെ വെച്ച് നടത്താനുള്ള അനുവാദം കിട്ടി. പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ വാർഡിലെ വയോജനങ്ങളുടെ കാര്യം 18 പഞ്ചായത്തിൽ തന്നെ എല്ലാവരും സംസാരവും 18-ാം വാർഡ് വയോജന പറയുമ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് എല്ലാവരും എല്ലാ പരിപാടികളും സംഘടിപ്പിച്ചു പോകുന്ന ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ ഈ യോഗം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ വാർഡിൻ്റെ മെമ്പറുമായ രാധിക സതീഷ്, ഈ വയോജന ക്ലബിൻ്റെ പ്രസിഡന്റ് റോസി ടീച്ചർ ആണ്. അടിച്ചപ്പോൾ എൻ്റെ പേര്, ഞാൻ കൺവീനറാണ്, ടീച്ചറാണ് പ്രസിഡന്റ്. ഈ
ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ഡോക്ടർമാർ 2 പേര്, അതോടൊപ്പം തന്നെ ഇന്നത്തെ നിങ്ങളെ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും വന്നിട്ടുള്ള നമ്മുടെ ഫിസിക്കൽ നടത്താൻ പരിചയിക്കാൻ വന്നിട്ടുള്ള ആൻറ്റണി, അതുപോലെ തന്നെ ഈ വയോജന കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ വയോജനങ്ങളും, അതുപോലെ തന്നെ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നന്ദി. ഈ വയോജന കൂട്ടായ്മയുടെ ഭാഗം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ്. ഞാനിത് പറയാൻ കാരണം പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ 5% വയോജന കൂട്ടായ്മയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളതാണ്. അത് ഒരവസ്ഥയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു 15 വർഷം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പ്രായമാകൂ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മളിപ്പോഴും ചെറുപ്പമാണ് എന്നുള്ളൊരു തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ മാനസികമായി നമ്മൾ മറ്റു തരത്തിലേക്ക് പോകാതെ, മറ്റു ചിന്തകളിലേക്ക് പോകാതെ നമ്മൾ ചെറുപ്പക്കാരാണ്, ഓടിയടക്കുന്നവരാണ് എന്ന തോന്നലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നല്ലൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടത്. പിന്നൊരു കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് നാഷണൽ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡാണ് നമ്മള് ഭാരതത്തിൽ തന്നെ 2ാം സ്ഥാനം എന്നുള്ള നിലക്കാണ് നമുക്ക് ആ ഒരു അവാർഡ് നമുക്ക് കാണുന്നത്. അപ്പോ നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് അടുത്തായി ശ്രേഷ്ഠ വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട വയോജന സഹോദരികളെ, സഹോദരന്മാരെ, അപ്പൊ ഇന്നിങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നു എന്നുള്ളത് പെട്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്, പെട്ടെന്നാണ് തീരുമാനം ഉണ്ടായത്. അപ്പോൾ പഞ്ചായത്തിൽ ആദ്യം തന്നെ ക്യാമ്പ് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ചാടി ഏൽക്കും ഞങ്ങൾ നടത്തിയിട്ടുള്ള. കാരണം മെമ്പർക്ക് ഈ എന്തും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു വാർഡാകണം നമ്മുടെ, അങ്ങനെയാണ് താല്പര്യം. പ്രത്യേകിച്ച് വയോജന ക്ലബ്ബുകൾ എന്ത് കാര്യങ്ങളും വന്നാൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് നടത്തുന്ന, വയസ്സായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വളരെ ആക്റ്റീവാണ്. അപ്പൊ അങ്ങനെ ഭംഗിയായിട്ട് നടത്തും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ശ്രീമതി രാധിക അത് ആദ്യം തന്നെ ഏറ്റെടുത്തത്. ഇപ്പോ ഹോമിയോ നടക്കുകയാണ്. എല്ലാവരും ഹോമിയോ മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവരാവില്ല. പിന്നെ അടുത്ത് തന്നെ സിദ്ധയുണ്ട്, പിന്നെ ആയുർവേദമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മരുന്നുകൾ കഴിച്ചാലുള്ളൊരു ഗുണം ഇപ്പോൾ മുമ്പ് പറഞ്ഞവർ പറഞ്ഞു, അതായത് രോഗം നിശേഷം മാറ്റും എന്നുള്ളതാണ്. അലോപ്പതി രോഗത്തിനാണ് ചികിത്സിക്കുന്നത്. മറ്റുള്ള വിഭാഗങ്ങള് രോഗത്തിന്റെ കാരണങ്ങൾക്കാണ് ചികിത്സിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ രോഗകാരണങ്ങൾ ഇല്ലാതായാൽ തീർച്ചയായിട്ടും രോഗം നമ്മളെ വിട്ടുമാറും. നമുക്ക് വളരെ സന്തോഷമുള്ളൊരു ജീവിതം വാർദ്ധക്യത്തിലാണെങ്കിലും നടത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ശരീരം സുഖപ്പെടുന്നതിന് ആദ്യം സുഖപ്പെടേണ്ടത് മനസ്സാണ്. മനസ്സിന്റെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതും ചിലപ്പോൾ ഇതിപ്പോ യോഗ പറഞ്ഞിട്ടുണ്ട്, യോഗയുണ്ടെന്ന് പറയുന്നു. അപ്പോ ഒക്കെ കൂടി നമ്മൾ നോക്കിച്ച് പോകാർക്കും ശരീരവും മനസ്സും എല്ലാം മനോഹരാക്കി നമ്മൾ ഇനിയും വളരെ ആരോഗ്യമുള്ള പൗരന്മാരും പൗരപ്രധാനികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ ഈ ക്യാമ്പുകൾ നമ്മെ സഹായിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാർക്ക് സന്തോഷത്തോടെ നമ്മൾ നോക്കാനുള്ള അവസരം തോന്നട്ടെ. എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടട്ടെ. ക്യാമ്പ് വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഇവിടെ സഹായിക്കാൻ വന്നേക്കുന്ന എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്യാമ്പിനെക്കാളെല്ലാം പോസിറ്റീവ് വൈബാണ്. വന്നപ്പോൾ തന്നെ രാധിക മെമ്പർ വളരെ ആക്റ്റീവായിട്ട് വന്നേക്കുന്നുണ്ട്. അപ്പം ഞാനോട് വളരെ അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാർ അതിനേക്കാൾ വളരെ ആക്റ്റീവാണ്. സത്യം പറഞ്ഞ ഒരു വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പായിട്ട് എനിക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പക്കാരനെക്കാളും വളരെ വൈബായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. പോസിറ്റീവ് വൈബ് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. സാധാരണ കാണുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാരെ പോലെ അല്ല ഇവിടെ കണ്ടിട്ട്. എല്ലാവരും ഒരു വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും മുഖത്ത് ആ ഒരു പ്രസന്നതയൊക്കെ തോന്നുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ വയോജന ക്ലബ്ബ് വളരെ ആക്റ്റീവായിട്ട് പോകുന്നതാണെന്ന് മനസ്സിലായി. വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ പറ്റിയതിൽ.
അപ്പോൾ ഈ ക്യാമ്പ് നിങ്ങൾ എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. കാരണം കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് യോഗ ഇൻസ്ട്രക്ടർ തരാനിരിക്കുന്നത്. കാര്യം അത് മാനസികമായിട്ടുള്ളതാണെങ്കിലും ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൂടുതൽ ഒരു പടി കൂടി നിങ്ങൾക്ക് മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഈ ക്യാമ്പിലേക്ക് സമർപ്പിച്ചുകൊള്ളു. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ചൈൽഡ്ഹുഡിലേക്ക് നമ്മൾ പോയിരിക്കുകയാണ്. കുട്ടികളും വയോജനങ്ങളും ഏകദേശം ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരെ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെ പരിചരണം തന്നെ നമ്മൾ വയോജനങ്ങൾക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആയുർദൈർഘ്യം കൂട്ടിയപ്പോൾ കുട്ടികളിപ്പോൾ കുറവാണ്, വയോജനങ്ങളാണ് കൂടുതൽ. അപ്പോൾ സർക്കാർ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോമിയോ മരുന്നുകൊണ്ട് ഞാൻ എല്ലാ രോഗങ്ങളും കംപ്ലീറ്റ് ക്യൂർ ചെയ്ത് തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. നമുക്കുള്ള രോഗത്തിന് കുറച്ചും കൂടി മൈൽഡായിട്ട് കുറച്ചും കൂടി ജീവിതത്തിന് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു മരുന്നാണ്. അപ്പോൾ നമുക്ക് ജീവിതം കുറച്ചും കൂടി സുഗമമാക്കി കൊണ്ടുപോകാൻ പറ്റും. വളരെ മൈൽഡായിട്ടുള്ള ചെറിയ ചെറിയ മരുന്നുകളുണ്ട്. നമ്മുടെ ഡിസ്പെൻസറിയിൽ കുറേ കാലുവേദന, നടുവേദന, ഷോൾഡർ വേദന, തലകറക്കം അങ്ങനത്തെ രോഗികളൊക്കെ വന്നിട്ട് നമ്മൾ മരുന്ന് കൊടുത്ത് അവർ നോർമൽ ലൈഫിൽ അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾ വാർദ്ധക്യം വന്നവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിന് ഡോക്ടർ എന്നെ ക്ഷണിച്ചപ്പോൾ ഒരു കാര്യം തമാശ രൂപേണ ഞാൻ പറഞ്ഞത്, സാധാരണ പ്രായമാകുന്നുള്ള ബുദ്ധിമുട്ടാണ് ഉറക്കക്കുറവ്. എന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറക്കം തോന്നും, നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞത് കാരണം നമ്മളെപ്പോഴും പ്രായമാകുമ്പോൾ നമ്മളെ ശാരീരിക അസ്വസ്ഥതകൾ വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഫോറിനേഴ്സ് വന്നാണ്. എനിക്ക് ഫോറിനേഴ്സിന് ഒത്തിരി പേരായിട്ട് പരിചയമുണ്ട്. ഞാൻ ഫോറിനേഴ്സിന് ക്ലാസ് കൊടുക്കുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഒരു 50-55 വയസ്സ് കഴിഞ്ഞാൽ പ്രായമായ ഉത്സവത്തിൽ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും പുരുഷായുസ് എന്ന് പറയുന്നത് 120 വയസ്സായി. അത്രയും വയസ്സ് വരെ ജീവിക്കാനുള്ള ഇതാണ് ദൈവം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയതുകൊണ്ടാണ്. നമ്മൾ മാനസികമായിട്ട് പൊതുവെ 60 വയസ്സായിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്നുള്ള തോട്ട്സാണ്, ചിന്തയാണ്. നീ എന്ത് ചിന്തിക്കുന്നതായിത്തീരും. നമ്മളിപ്പോ ചില കുട്ടികളൊക്കെ പറയും, അമ്മേ ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഇവിടെ ജോലി ഒന്നും കിട്ടില്ല. ഉറപ്പായിട്ടും അവന് ജോലി കിട്ടില്ല. കാരണം അവരുടെ തോട്ട്സാണ്. ബ്രെയിനിൽ ഒരു വേവ്സ് ഉണ്ട്, ആ തരംഗങ്ങളുണ്ട്. നിങ്ങൾ കണ്ടതല്ലേ ചില കാര്യങ്ങൾ ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആള് ഫോൺ ചെയ്യും. അപ്പൊ നമ്മൾ എന്തേ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിപ്പോ എങ്ങനെ പറഞ്ഞോളൂ, അതൊരു ബ്രെയിൻ വേവ്സ് പോലെയാണത്. നമ്മളുടെ തരംഗങ്ങളിൽ മറ്റൊരാളെ നടത്താൻ പറ്റും. അത്രക്ക് പവറാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ പ്രായത്തിൽ ഭംഗിയായി പലർക്കും ആ ചിന്തയാണ് ആദ്യം വരുന്നത്. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയല്ല. ശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സിന്റെ ജോലിക്കാരനാണ് ശരീരം. ഇപ്പൊ നല്ലൊരു ചിത്രപകരം കൈകൊണ്ടാണ് ചിത്രം വരക്കുന്നത്, കണ്ടല്ലേ? അയാൾ മാനസികമായിട്ട് ഡൗൺ ആയിപ്പോയി, എന്തെങ്കിലും പ്രേമക്കേസ് എന്തെങ്കിലും ഡൗൺ ആയിപ്പോയി, ഹോസ്പിറ്റലിലേക്ക് മെന്റൽ പേഷ്യന്റ്, അയാൾ കൈകൊണ്ടാണ് അയാൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുമോ? അയാളുടെ കൈക്ക് ഒരു കുഴപ്പമില്ല. കാരണം മനസ്സെന്ന് പറഞ്ഞ ബോസ് സന്ദേശം. അപ്പൊ നിങ്ങളുടെ എല്ലാം മനസ്സാണ് ചെറുപ്പമുണ്ട്, പവർഫുൾ ആണ്. ശരിക്കും രോഗം എന്ന് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ്. ശരിക്കും എന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ കുറച്ച് 5 കാര്യങ്ങൾ മാത്രം അനുവർത്തിച്ചാൽ. എന്റെ അപ്പൻ 86 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് 3 മാസം മുമ്പാണ് ഒരു പല്ല് പോയത്. ആകെ ഒരു പല്ല് പോയത്. അത് ഭയങ്കര വിഷമപ്പെട്ടു. കാരണം അത്ര ഹെൽത്ത് ആയിട്ടാണ് പുള്ളിയുടെ ജീവിതം. ഞാൻ ഈ കഴിക്കേണ്ട വിധം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഇവരത് ശ്രദ്ധിച്ചില്ല, മരുന്ന് മേടിച്ചുകൊണ്ടുപോയി. പക്ഷെ അത് കൊണ്ടുപോയിട്ട് കാരണം വിവരം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളെന്ത് ശ്രദ്ധയോട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സാധനവും നമ്മളെ തേടിയെത്തും. നമ്മൾ അങ്ങോട്ടല്ല പോകേണ്ടത്, നമ്മൾ ഇങ്ങോട്ട് നമ്മളെ തേടി വരും. ഉറക്കത്തിന് വേണ്ടി നമ്മൾ അങ്ങോട്ടല്ല പോകേണ്ടത്, ഉറക്കം നമ്മളെ തേടി വരും. നിങ്ങളുടെ ആരോഗ്യത്തിന് പുറത്തോട്ടല്ല പോകേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആരോഗ്യം. അറിയാം, ഇനി നിങ്ങളുടെ മനസ്സമാധാനം പുറത്തല്ല, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. ഈ തിരിച്ചറിവ് മതി. എല്ലാത്തിന്റെയും ബോസ് നമ്മളാണ്. അവിടെ ആരൊക്കെ ഉണ്ട്? മടിയിൽ വെച്ചോ, ലാപ്പിൽ വെച്ചോ. നിങ്ങൾ TV കാണാറില്ലേ? TV കാണുമ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. ഇത് ചെയ്യുക. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണമുദ്ര എന്ന് പറഞ്ഞൊരു മുദ്ര. ഈ മുദ്ര ഇത് അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ചെയ്യുക. ചെയ്താ ആദ്യം എല്ലാവരും ശരിയായിട്ട് ചെയ്തല്ലോ.
ഇനി ഒരെണ്ണം കൂടി ചെയ്യാം. സിമ്പിളാണ്. പുഷ്പാഞ്ജലി. എങ്ങനെ വിളിച്ചിരിക്കുന്നത് ഈ പുഷ്പാഞ്ജലി ഇതൊരു 15 മിനിറ്റ് ചെയ്ത് നമുക്ക് ഉറക്കം പറ്റും. ഒരു സാധനവും കൂടി പഠിപ്പിച്ചു തരാം. എന്നിട്ട് ഇത് ചെയ്തിട്ട് ഇതിന്റെ പ്രത്യേകത ചെയ്ത് പിറ്റേ ദിവസം തന്നെ വരുന്നുണ്ട. ഈ ഇതിന്റെ പ്രത്യേകത, മുദ്രയുടെ പ്രത്യേകത 60 മണിക്കൂർ നമ്മുടെ ബോഡിയിലോട്ട് എത്തണം. 15 മിനിറ്റ് വെച്ച് 4 ദിവസമായാലും 1 മണിക്കൂറാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു മാസവും കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം ഇത്തിരി ഉപയോഗം തുടങ്ങും. പിന്നെ നമ്മൾ ആ മെഡിസിനും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരും. ഇനി ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കും.